ഹായ് നീറ്റ് സ്റ്റുഡൻസ് ആൻഡ് ദെയർ പാരൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ ഡോക്ടർ ടോപ്പ സീരീസിലെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നീറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് അസുഖം കൂടുന്നതായി തോന്നുന്നുണ്ടോ? അതായത് നമ്മൾ ഒരുപാട് കുട്ടികളെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ടോട്ടൽ സ്റ്റുഡൻസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പനിയല്ല, അല്ലാത്ത ചില അസുഖങ്ങൾ വല്ലാണ്ട് കൂടി വരുന്നുണ്ടോ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. നമുക്കതൊന്ന് ക്രോസ് എക്സാമിൻ ചെയ്ത് നോക്കാം. സോ ഡോക്ടർ ടോപ്പ എപ്പിസോഡിലെ ഈ ഒരു എപ്പിസോഡിൽ ഇത് ഉൾക്കൊള്ളിക്കാനുണ്ടായ കാരണം പാരൻസിനും കുട്ടികൾക്കും വല്ലാതധികം കൺസേൺസ് ഉണ്ട്. അവരൊരിക്കലും ആക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർക്ക് അറിയാണ്ട് വരുന്നതോ ഒന്നുമല്ല, അവർക്ക് കൂടുതലായി തലവേദന വല്ലാണ്ട് കൂടി വരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ എപ്പിഗാസ്ട്രിക് പെയിൻ, അതായത് വയറുവേദന, വയറിൻ്റെ മുകൾ ഭാഗത്ത് കൂടുതലായിട്ട് വേദന വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഇതിനുള്ള റീസൺസ് ആണ് നമ്മൾ നോക്കുന്നത്. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്കത് ടെൻഷൻ കാരണം വരുന്ന ഒരു കാര്യമാണെന്ന് പറയാൻ പറ്റും. പക്ഷേ ആക്ച്വലി അതൊരു ടെൻഷൻ മാത്രമാണോ, ആ ടെൻഷൻ പെട്ടെന്ന് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ നോക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കാം. ആൻഡ് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് തലവേദന വരുന്നത്. ഒരുപാട് ടോപ്പിക്സ് അവർക്ക് റിവൈസ് ചെയ്ത് തീർക്കാനുണ്ട്. സോ അവർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഉറക്കം ചില സമയത്ത് കോംപ്രമൈസ് ആവാറുണ്ട്. സാധാരണ 12 മണിക്കൂറോ 11 മണിക്കൂറോ റെഗുലറായി പഠിച്ചിരിക്കുന്ന ആളുകൾ 1-2 മണിക്കൂർ സ്ട്രെച്ച് ചെയ്യാൻ നോക്കാറുണ്ട്. സോ നമ്മളെ ഹെഡ് പ്രോപ്പർലി ബെൻഡ് ചെയ്ത് നിർത്തുന്ന ഒരുപാട് മസിൽസ് ഉണ്ട്. അതായത് പ്രോപ്പർലി അപ്രൈറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള കുറേ അധികം മസിൽസ്. മാത്രമല്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ടീത്ത് ക്ലെൻജ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കിട്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആകെ മസിൽ പിടിക്കുന്നത് പോലത്തെ ഒരവസ്ഥ ഈ എക്സ്റ്റേണൽ ഹെഡിൻ്റെ ഭാഗത്ത് വല്ലാണ്ട് വരാറുണ്ട്. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കുട്ടികളുടെ ടെൻഷൻ ഹെഡേക്കിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ മൈൻഡിൻ്റെ ടെൻഷൻ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെയുള്ള മസിലിന് കൂടുതൽ ടെൻഷൻ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. സോ ഇതൊരു റിലാക്സിങ് ടെക്നിക്കിലൂടെ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് റെസ്റ്റ് കൊടുക്കുന്നതിലൂടെ ഈ ടൈപ്പ് ഹെഡേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ആൻഡ് ഉറപ്പ് വരുത്തുക ഇത് ടെൻഷൻ ഹെഡേക്ക് തന്നെയാണോ എന്നുള്ളത്. സോ ഒരു ENT ഡോക്ടറിനെ, ഒരു ജനറൽ മെഡിസിൻ ഡോക്ടറിനെയൊക്കെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വേറെ വല്ല സീരിയസ് ആയിട്ടുള്ള കാരണം കൊണ്ടുള്ള ഹെഡേക്ക് അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ ഈ ടെൻഷൻ ഹെഡേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് രണ്ടാമത് നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു കാര്യമാണ് വയറുവേദന. ഈ വയറുവേദനയും അവർ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ആക്ട് ചെയ്യുന്നതല്ല, അവർക്ക് സീരിയസ്ലി വയറുവേദന അവിടെ വരുന്നുണ്ട്. അതിൻ്റെ കാരണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയി സ്ട്രെസ്ഡായി പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ആസിഡ് പ്രൊഡക്ഷൻ, HCl ഒരു ആസിഡ് വയറിൻ്റെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അറിയാം, ആ ആസിഡ് പ്രൊഡക്ഷനും അതിനനുസരിച്ച് കൂടുന്നതാണ്. മാത്രമല്ല അവർ ഉറങ്ങുന്ന സമയം രാവിലെ നേരത്തെ എണീക്കുക, സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഓൾറെഡി ബേൺഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്, അതിലേക്ക് കുറച്ച് എരിവുള്ള ഒരു ഭക്ഷണം കൂടി ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആസിഡ് പ്രൊഡക്ഷൻ വല്ലാണ്ട് കൂടും. സോ ഇത് നമുക്ക് വയറിന് വേദനയായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. വേറൊരു കാര്യം പറയുകയാണെന്നുള്ളതാണെങ്കിൽ നമ്മുടെ വയർ ഇതേപോലെ പുകഞ്ഞിരിക്കുന്ന സമയത്ത് ഫുഡ് എത്തിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി നമുക്ക് കൂടുന്നതാണ്. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അത്ര സ്പൈസി അല്ലാത്ത ഫുഡ് കഴിക്കുക, പ്രോപ്പറായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. ആൻഡ് കുറേ നേരം ബവൽ, അതായത് നമ്മൾ പറയുന്ന വയറ് കാലിയാക്കി നിർത്തരുത്. കാരണം അത്ര നേരം കാലിയായി നിന്ന് കഴിഞ്ഞാൽ അത് അസിഡിറ്റി, വളരെ സിമ്പിളായിട്ട് വാക്കിലാണ് അസിഡിറ്റി വരുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. സ്റ്റിൽ ഫുഡ് ഇല്ലാണ്ട് കുറേ നേരം നിൽക്കുന്ന സമയത്ത് അത് അസിഡിറ്റി കീപ്പ് ചെയ്യും. ആൻഡ് അത് കൂടുതൽ ഒരു ബേണിങ്, എന്തായാലും ഗ്യാസ്ട്രൈറ്റിസിലേക്ക് മൂവ് ചെയ്യും എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞ ഇത്രയാണ്. നീറ്റ് എക്സാം അടുക്കുന്ന സമയത്ത് ചില അസുഖങ്ങൾ, അതിൽ തലവേദന, വയറുവേദന വല്ലാണ്ട് കൂടുതലായി കാണാറുണ്ട്. അതിനുള്ള റീസണും അതെങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നുള്ളതാണ് വളരെ ചുരുക്കി ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ വേറെ എന്തെങ്കിലും ഇഷ്യൂസ്, പാരൻസ് ആയിരിക്കട്ടെ കുട്ടികളായിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക. നെക്സ്റ്റ് ഡോക്ടർ ടോപ്പ എപ്പിസോഡിൽ നമുക്ക് കാണാവുന്നതാണ്. അതുവരെ ബൈ. താങ്ക് യു.